ഡൽഹിയിലെ ഫരീദാബാദ് രൂപതയുടെ കീഴിലുള്ള ദേവാലയം തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിഷയത്തിൽ കേരള സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രൂപത അധികൃതർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ദേവാലയം തകർത്തതിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇന്നലെയാണ് മുന്നറിയിപ്പുകളില്ലാതെ പൊക്ലൈനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഒരു സംഘം അന്ധേരി മൂടിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ദേവാലയവും വൈദികർ താമസിച്ചിരുന്ന കെട്ടിടവും ഇടിച്ചു തകർത്തത്. 2000-ഓളം വരുന്ന ക്രൈസ്തവ വിശ്വാസികൾ വർഷങ്ങളായി ആരാധന നടത്തി വന്നിരുന്ന ദേവാലയമാണ് തകർത്തത്. ഇതോടെ വേദനയും ദുഃഖവും ഉള്ളിലൊതുക്കി വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് തുടക്കമിടുകയായിരുന്നു. തകർക്കപ്പെട്ട ദേവാലയ അവശിഷ്ടങ്ങളെ സാക്ഷിയാക്കി വൈകിട്ട് വിശുദ്ധ ബലിയർപ്പിച്ച് വിശ്വാസികൾ തങ്ങളുടെ വേദനയും ദുഃഖവും പങ്കുവച്ചു. എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും തകിടം മറിച്ചുകൊണ്ടായിരുന്നു ദേവാലയം തകർത്തതെന്ന് വൈദികർ വ്യക്തമാക്കി. കോർട്ടിന്റെ പ്രത്യേക സെക്യൂരിറ്റി മൂലം പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരിടമാണിത്. ഇവിടെയാണ് ഗവൺമെന്റ് 2 മണിക്കൂർ കൊണ്ട്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച എല്ലാവരും ജോലിക്ക് പോയ സമയത്ത് 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വന്ന് ഈ ദേവാലയം നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കും കരളും നമ്മുടെ അധ്വാനവും നമ്മുടെ വിലയും നിലയും എല്ലാം തകർത്തിരിക്കുകയാണ്. ഇവിടെ ഈ നീതി നിഷേധത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഫരീദാബാദ് രൂപതയിലെ, പ്രത്യേകിച്ച് ഡൽഹിയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണിത്. ഇത്രമാത്രം ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങള് ഈ ഡൽഹിയിലെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ആരോഗ്യത്തിന് വേണ്ടി കോവിഡിന്റെ കാലഘട്ടത്തിൽ അധ്വാനിച്ചു. അവർക്ക് ഒന്നിച്ചുകൂടാനും ശക്തി നേടാനും വളരെ പ്രാധാന്യമുള്ള ഈ രൂപതയിലെ ഒരു ദേവാലയമാണിത്. അതാണ് ഇത്രയും അനാസ്ഥയോടെ, ബഹുമാനമില്ലാതെ, നീതി നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് തല്ലി തകർത്തിരിക്കുന്നത്. സംഭവത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. വിഷയത്തിൽ നീതി ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രൂപത അധികൃതർ ദില്ലിയിലുണ്ടായിരുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അഭ്യർത്ഥിച്ചു. അതേസമയം ദേവാലയം പൊളിക്കുന്നതിന് ഗൂഢാലോചന നടന്നതായി ആരോപണം ഉയർന്നിരിക്കുകയാണ്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് നടപടി നടന്നതെങ്കിലും ഉന്നത അധികൃതർ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ഒരു നിക്ഷിപ്ത താൽപര്യക്കാരായ ഒരു വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടിയെന്നുമാണ് ആരോപണം. തകർത്ത ദേവാലയം എത്രയും വേഗത്തിൽ നിർമ്മിച്ചു നൽകി നീതി നടപ്പാക്കണമെന്ന് രൂപത അധികൃതർ ദില്ലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഷെഗന ന്യൂസ് ബ്യൂറോ, ദില്ലി.